ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ നോമ്പ് ദിനങ്ങളിൽ പ്രത്യേകം നമ്മുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സഹോദരർക്ക് സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, പണമായിട്ട് മാത്രമല്ല, നമ്മുടെ സാമീപ്യം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ കുറച്ച് രക്തമായിരിക്കും നമ്മൾ ചിലപ്പോൾ ആൾക്കാർക്ക് ദാനം ചെയ്യുന്നത്, അത് ദാനം ചെയ്യണം. അതുപോലെ ഏതെങ്കിലും തരം ഉപവിപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ചെയ്യണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, അതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു വീട് വലുത് മൊത്തം മേടിച്ച് കൊടുക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. അവർക്ക് പറ്റുന്നതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യണം. നോമ്പ് ദിനങ്ങൾ അത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ട സമയം കൂടിയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 25-ാമത്തെ തിരുലിഖിതം: ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. കണ്ടോ, ഉദാരമായി സംഭാവന ചെയ്യുന്നവന്, അവൻ ദാനം ചെയ്യുന്നവന് കർത്താവ് അവനെ സമ്പന്നനാക്കും, അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോമ്പ് ദിനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.